തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച് എന്ന ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാമൂഹിക സ്ഥാപനങ്ങൾ തുടർച്ചയും മാറ്റവും എന്നുള്ള തേർഡ് ചാപ്റ്റർ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, വാട്ട് ഈസ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. എന്താണ് സാമൂഹിക സ്ഥാപനങ്ങളെന്ന്. ഓക്കെ, കഴിഞ്ഞ വർഷം നമ്മൾ +1 പഠിച്ച ടോപ്പിക്കാണ്. നമുക്കൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിൽ നമ്മൾ എന്താണ് സാമൂഹിക സ്ഥാപനങ്ങളെന്ന് നമ്മൾ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ജസ്റ്റ് നമുക്കിവിടെ ഒന്ന് ഓർത്ത് നോക്കാം, എന്താണ് സാമൂഹിക സ്ഥാപനങ്ങൾ, വാട്ട് ഈസ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, social institutions are established forms or conditions of procedure which satisfy human needs. ഓക്കെ, ഇപ്പോൾ എന്താണ് സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ഫോംസ് ഓർ കണ്ടീഷൻസ് ഓഫ് പ്രൊസീജിയർ വിച്ച് സാറ്റിസ്ഫൈ ഹ്യൂമൻ നീഡ്സ്. ഓക്കെ, അതായത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സംതൃപ്തിപ്പെടുത്തുന്ന വ്യവസ്ഥാപിതമായ രൂപങ്ങൾ അല്ലെങ്കിൽ ക്രമീകരിക്കപ്പെട്ട ഉപാധികളെയാണെന്ന് പറയുന്നത് സാമൂഹിക സ്ഥാപനങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ എന്താണ് സംതൃപ്തിപ്പെടുത്തുക, അത് സാറ്റിസ്ഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉപാധികളാണ്, അല്ലെങ്കിൽ അതിന് എന്താണ് ക്രമീകരിക്കപ്പെട്ടുള്ള ഉപാധികളാണെന്ത് സാമൂഹിക സ്ഥാപനങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ കാലഘട്ടത്തിലും നമുക്ക് വ്യത്യസ്ത ആവശ്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നിറവേറ്റുന്നുണ്ട്. ഓക്കെ, മനുഷ്യൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ലോങ് ഇൻഫാൻസി പീരീഡുള്ള ഒരു ജീവിയാണ് ആര്, മനുഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ശൈശവകാലം കൂടുതലുള്ള ഒരു ജീവിയാണ് ആര്, മനുഷ്യൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ ആ കുഞ്ഞിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല, അവൻ്റെ ആവശ്യങ്ങളൊന്നും സംതൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അവൻ്റെ ആവശ്യങ്ങൾ സംതൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവൻ ആരെ ആശ്രയിക്കേണ്ടി വരുന്നു, മാതാപിതാക്കളെ ആശ്രയിക്കേണ്ടി വരുന്നു, പ്രത്യേകിച്ച് അമ്മയെ ആശ്രയിക്കേണ്ടി വരുന്നു. ഓക്കെ, അപ്പം ഈ അമ്മ അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇവരൊക്കെ ഒരു സാമൂഹ്യ സ്ഥാപനത്തിലെ അംഗമാണ്. ആ സാമൂഹ്യ സ്ഥാപനമാണ് ഏത്, ഫാമിലി അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് കുടുംബത്തിലൂടെയാണ്. കുറച്ച് കഴിഞ്ഞാൽ അവന് വിദ്യാഭ്യാസം വേണം, ആ ആവശ്യങ്ങൾ അവൻ നിറവേറ്റുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയാണ്. ഓക്കെ, കുറച്ച് കഴിഞ്ഞാൽ അവന് ജോലി വേണം, അത് സാമ്പത്തിക സ്ഥാപനങ്ങളിലൂടെയാണ് നിറവേറ്റുന്നത്. കുറച്ച് കഴിഞ്ഞാൽ അവന് വിവാഹിതനാവണം, അത് മാരേജ് എന്ന് പറയുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെയാണ് അവൻ നിറവേറ്റുന്നത്. ഓക്കെ, അവിടെ വെച്ച് അവന് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ, ഇതൊക്കെ അവന് ആ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്നു. പിന്നീട് അവന് കുഞ്ഞുങ്ങളെ വേണ്ടി വരുന്നു, അപ്പോൾ ആ ഫാമിലി രൂപീകരിക്കുന്നു. അങ്ങനെ ജീവിതത്തിലെ ഓരോ കാലഘട്ടത്തിലും അവൻ്റെ ആവശ്യങ്ങൾ സംതൃപ്തിപ്പെടുത്തുന്ന അതിനു വേണ്ടിയിട്ടുള്ള ഉപാധികളാണ് ഇത് ഈ സാമൂഹിക സ്ഥാപനങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ജസ്റ്റ് എന്താണ് സാമൂഹ്യ സ്ഥാപനങ്ങളെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം. കഴിഞ്ഞ വർഷം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഇത്, ഈ സാമൂഹ്യ സ്ഥാപനങ്ങൾ. അപ്പോൾ ജസ്റ്റ് അതിനെക്കുറിച്ച് അതിൻ്റെ ഡെഫിനിഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ 3 major institutions that is central to Indian society, namely caste, tribe and family. ഓക്കെ, അതായത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് 3 സാമൂഹിക സ്ഥാപനങ്ങളാണ്. ഓക്കെ, അതായത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് പ്രധാനമായിട്ട് ആശ്രയിച്ചിരിക്കുന്നത് ഈ 3 സാമൂഹിക സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഓക്കെ, ദാറ്റ് 3 സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ കാസ്റ്റ്, ട്രൈബ് ആൻഡ് ഫാമിലി. ഓക്കെ, ജാതി, അതേപോലെ തന്നെയോ ട്രൈബ്, ഗോത്രം, അതേപോലെ തന്നെ കുടുംബം. ഓക്കെ, ഈ 3 സാമൂഹ്യ സ്ഥാപനങ്ങളാണെന്ത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഈ 3 ടോപ്പിക്സാണ്, കാസ്റ്റ്, ട്രൈബ്, ദെൻ ഫാമിലി. ഓക്കെ, ഈ 3 സാമൂഹിക സ്ഥാപനങ്ങളെക്കുറിച്ചാണെന്ത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, സോ ലിസൺ. ഫസ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് കാസ്റ്റ് ആൻഡ് കാസ്റ്റ് സിസ്റ്റം എന്നുള്ള ടോപ്പിക്കാണ് ഫസ്റ്റ് ടോപ്പിക്കായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, ദെൻ അതിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്ന കാര്യങ്ങൾ, വാട്ട് ഈസ് കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റിംഗ് അറ്റ് പ്രസൻറ്റ്. ഓക്കെ, എന്താണ് ജാതി വ്യവസ്ഥ ഇന്നും നിലനിൽക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണിത് നമ്മൾ ഈ ടോപ്പിക്കിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്.
ഓക്കെ, പ്രത്യേകിച്ച് ജാതി വ്യവസ്ഥയെക്കുറിച്ചും അതിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രധാനമായിട്ട് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു ഹെഡ്ലൈൻ ജസ്റ്റ് ശ്രദ്ധിക്കാം. ഓക്കെ, ഇതൊരു ന്യൂസ് പേപ്പറിൻ്റെ അകത്ത് വന്നിട്ടുള്ള ന്യൂസിൻ്റെ ഹെഡ്ലൈനാണ്. ഓക്കെ, ഒളിച്ചോടുമെന്ന് ഭയന്ന് 17-കാരിയെ മാതാപിതാക്കളും അമ്മൂമ്മയും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന്. ഓക്കെ, അപ്പം ഇത്തരം വാർത്തകൾ നിങ്ങൾക്ക് നിരവധി പത്രത്തിൽ ദൈനംദിനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ടോപ്പിക്കായിട്ട് ഇതിനുള്ള ബന്ധം എന്ന് വെച്ചാൽ, ഓക്കെ, ഈ സംഭവം നടന്നത് എന്തിൻ്റെ പേരിലാണ്? ജാതിയുടെ പേരിലാണ്. ഓക്കെ, അതായത് പ്രത്യേകിച്ച് ജാതി വ്യവസ്ഥ ഇന്നും ഏറ്റവും ശക്തമായിട്ട് നിലനിൽക്കുന്ന ഇന്ത്യയുടെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയാണ്. ഓക്കെ, ഉത്തരേന്ത്യയിൽ ഇന്നും കാസ്റ്റ് സിസ്റ്റം ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ഉത്തരേന്ത്യയിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിലും ശക്തമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ജാതിയുടെ പേരിലുണ്ടായിട്ടുള്ള ഒരു കൊലയാണ്. ഓക്കെ, അതായത് അഭിമാന കൊല എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. ഓക്കെ, അതായത് തൻ്റെ ആൺകുട്ടിയോ പെൺകുട്ടിയോ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൺകുട്ടിയുമായോ പെൺകുട്ടിയുമായോ പ്രണയത്തിലാവുകയോ അല്ലെങ്കിൽ അവരെ വിവാഹം ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് തൻ്റെ ജാതിയുടെ അഭിമാനം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, സ്വന്തം കുഞ്ഞുങ്ങളെ പോലും എന്ത് ചെയ്യുക, കൊന്നുകളയുന്ന രീതി പലപ്പോഴും നമുക്ക് ഉത്തരേന്ത്യയിൽ കാണാൻ സാധിക്കുക, അല്ലെങ്കിൽ നമ്മൾ പത്രങ്ങളിലൂടെ നമുക്ക് കേൾക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ജാതി വ്യവസ്ഥ ഇന്നും ഇന്ത്യൻ സമൂഹത്തിൽ ശക്തമായിട്ട് നിലനിൽക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇറ്റ് ഈസ് ഇതൊരു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് എ വേസ്റ്റ് സിസ്റ്റം. ഇതൊരു ചീത്തയായിട്ടുള്ള സംവിധാനം കൂടിയാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ നെസസറി സോഷ്യൽ ഈവിൾ. ഇതൊരു അനിവാര്യമായിട്ടുള്ള സാമൂഹ്യ തിന്മയായിട്ട് വേണമെങ്കിൽ എന്തിനെ കാണാൻ സാധിക്കും, ജാതി വ്യവസ്ഥയെ കാണാൻ സാധിക്കും. ഓക്കെ, ഇതിന് കുറേ നല്ല വശങ്ങളുണ്ടെങ്കിൽ കൂടെ അതിലേറെ ചീത്ത വശങ്ങളും എന്തിനുണ്ട്, കാസ്റ്റ് സിസ്റ്റത്തിനുണ്ട്. അതുകൊണ്ടാണ് ഈ വ്യവസ്ഥിതിയെ നമ്മൾ ഇന്ത്യൻ സമൂഹത്തിൽ നിന്നും തുടച്ചു നിൽക്കാൻ നോക്കുന്നത്. പക്ഷേ ഇപ്പോഴും നമുക്കതിന് സാധിച്ചിട്ടില്ല. കാരണം ഇറ്റ് ഈസ് എ നെസസറി സോഷ്യൽ ഈവിൾ. അതൊരു അനിവാര്യമായ സാമൂഹ്യ തിന്മയായിട്ട് മാറി, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ എസെൻഷ്യൽ പാർട്ട് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സമൂഹത്തിൻ്റെ അനിവാര്യമായിട്ടുള്ള ഒരു ഭാഗമായിട്ടൊന്ന് മാറിയിട്ടുണ്ട്, ജാതി വ്യവസ്ഥ മാറിയിട്ടുണ്ട്. ഓക്കെ, ആ കാസ്റ്റ് സിസ്റ്റത്തെക്കുറിച്ചാണിത് നമ്മൾ ഈ ടോപ്പിക്കിൽ പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് നിങ്ങൾ കണ്ടുപരിചയമായിട്ടുള്ള ഒരു മുഖമായിരിക്കും. ഓക്കെ, ഇത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ജാതി വ്യവസ്ഥയുടെ പേരിൽ ആത്മഹത്യ ചെയ്ത ഒരു സ്റ്റുഡൻ്റാണ്. ഓക്കെ, രോഹിത് വെമുല എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലും ജാതിയുടെ പങ്ക്, അല്ലെങ്കിൽ ആ ആത്മഹത്യയിലും ജാതിയുടെ പങ്കുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പം ധാരാളം ചീത്ത വശങ്ങളുള്ള ഒരു സിസ്റ്റം കൂടിയാണ് ഇത് ജാതി വ്യവസ്ഥ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് കാസ്റ്റ് ഇൻ ദി പാസ്റ്റ്. ഓക്കെ, ജാതി വ്യവസ്ഥയുടെ ഉത്ഭവത്തെ പറ്റിയും, ഓക്കെ, അപ്പം ഭൂതകാലത്തെ ജാതി വ്യവസ്ഥ എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ദെൻ കാസ്റ്റ് ഇൻ ദി പ്രസൻറ്റ്, വർത്തമാനകാലത്ത് ജാതി വ്യവസ്ഥയുടെ അവസ്ഥ എന്താണെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമുക്ക് കാസ്റ്റ് ഇൻ ദി പാസ്റ്റ് നോക്കാം. അതായത് ജാതി വ്യവസ്ഥ, ഭൂതകാലത്തിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, കാസ്റ്റ് ഈസ് എ യുണീക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫൗണ്ട് ഇൻ ഇന്ത്യ. ഓക്കെ, അതായത് അതായത് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിൽ കാണാൻ സാധിക്കുന്ന സവിശേഷമായ ഒരു സ്ഥാപനമാണ് ഇത് കാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്താണ് യുണീക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഓർ ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേസ് ദാറ്റ് ഇറ്റ് ഈസ് എ ഇന്ത്യൻ സോഷ്യൽ ഫിനോമിന. ഓക്കെ, ഈ ഒരു ഇന്ത്യൻ സാമൂഹിക പ്രതിഭാസമാണ് ഇത് ജാതി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇന്ത്യൻ സോഷ്യൽ ഫിനോമിന അല്ലെങ്കിൽ യുണീക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫൗണ്ട് ഇൻ ഇന്ത്യൻ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സമൂഹത്തിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത് ജാതി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഇന്ത്യൻ സോഷ്യൽ ഫിനോമിന, ഒരു ഇന്ത്യൻ സാമൂഹിക പ്രതിഭാസമാണ് ഇത് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. കാരണം മറ്റൊരു സമൂഹത്തിൽ നമുക്ക് ആരെ കാണാൻ സാധിക്കില്ല, ജാതിയെ കാണാൻ സാധിക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് നമ്മളെ ഈ തൊട്ടടുത്ത അയൽരാജ്യങ്ങളായിട്ടുള്ള നേപ്പാൾ, അവിടെ ഈ കാസ്റ്റ് സിസ്റ്റം ഇല്ല. അവിടെ ഹിന്ദു റിലീജിയൻ ഉണ്ട്, പക്ഷേ കാസ്റ്റ് സിസ്റ്റം ഇല്ല. ഓക്കെ, ശ്രീലങ്ക, അവിടെയും ഈ നമ്മുടെ ഈ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്, പക്ഷേ അവിടെയും കാസ്റ്റ് സിസ്റ്റം ഇല്ല. അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു സാമൂഹിക സ്ഥാപനമാണ് ഇത്
ജാതി എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ക്യാൻ സേസ് ദാറ്റ് കാസ്റ്റ് ഈസ് എ യുണീക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫൗണ്ട് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ഓക്കെ, ഇന്ത്യൻ സമൂഹത്തിലെ ഒരു സവിശേഷമായ സ്ഥാപനമാണ് ഇത് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അല്ലേ, ജസ്റ്റ് ജാതിയെക്കുറിച്ച് ഓർത്ത് വെക്കുന്ന സമയത്ത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു പോയിൻ്റാണ്. ഓക്കെ, ജാതി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അല്ലേ സവിശേഷമായ ഇന്ത്യൻ സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു എന്താണ് ഇന്ത്യൻ പ്രതിഭാസമാണ് ഇത് ജാതി എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഇന്ത്യയിൽ മാത്രമേ ഇതിന് കാണാൻ സാധിക്കുള്ളൂ. ദെൻ ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹിന്ദു സൊസൈറ്റി. ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹിന്ദു സൊസൈറ്റി. ഓക്കെ, ഹിന്ദു സമൂഹത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു സവിശേഷതയാണ് ഇത് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, കാരണം എന്താണ്, ഹിന്ദു റിലീജിയൻ അല്ലെങ്കിൽ ഹിന്ദു വേ ഓഫ് ലൈഫ്, ഓക്കെ, ഹിന്ദു ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു സിസ്റ്റമാണ് ഇത് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹിന്ദു സൊസൈറ്റി. ഓക്കെ, ഹിന്ദു മതത്തിൻ്റെ ഒരു സവിശേഷതയാണ്, ഹിന്ദു വേ ഓഫ് ലൈഫിൻ്റെ ഒരു സവിശേഷതയാണ് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് ഹിന്ദു മതത്തിലെ ചില ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്നും ഉയർന്നു വന്ന ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ ആ ഹിന്ദു മതത്തിലെ വിശ്വാസപ്രകാരം ഉയർന്നു വന്ന ഒരു സിസ്റ്റമാണ് ഇത് ജാതി വ്യവസ്ഥ എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഹിന്ദു മതത്തിൻ്റെ ഒരു സവിശേഷതയായിട്ടാണെന്ത് നമ്മൾ ജാതി വ്യവസ്ഥയെ അല്ലേ എന്നാണ് പണ്ട് കാലം മുതൽ തന്നെ കണക്കാക്കി വരുന്നത്. ഓക്കെ, അത് തന്നെയാണ് ആ സിസ്റ്റത്തിൻ്റെ നിലനിൽപ്പും. ഓക്കെ, നമുക്ക് ഏത് സിസ്റ്റവും നിലനിൽക്കാൻ അതിനെ റിലീജിയനായിട്ട് എന്ത് ചെയ്താൽ മതി, ക്ലബ് ചെയ്യുക, അതായത് കൂട്ടിച്ചേർത്താൽ മതി. അപ്പം ആ റിലീജിയൻ നിലനിൽക്കുന്ന കാലത്തോളം ആ സിസ്റ്റവും നിലനിൽക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോഴും ജാതി വ്യവസ്ഥ ശക്തമായിട്ട് നിലനിൽക്കാൻ കാരണം വെച്ചാൽ ഇന്ത്യയിലെ അല്ലേ എന്താണ് ഈ മെജോറിറ്റിയും ഓക്കെ ഹിന്ദു റിലീജിയൻ അല്ലെങ്കിൽ അതിൻ്റെ ഫോളോവേഴ്സാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഈ കാസ്റ്റ് സിസ്റ്റം ഇപ്പോഴും ശക്തമായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്, ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ബട്ട് കാസ്റ്റ് ഈസ് സ്പ്രെഡ് ടു ഈവൻ നോൺ ഹിന്ദു കമ്മ്യൂണിറ്റീസ് ആൾസോ. ഓക്കെ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടെ അല്ലേ എന്താണ് ഇന്ത്യയിലെ ഹിന്ദു മതത്തിൽ മാത്രമല്ല മറ്റ് മതങ്ങളിലേക്കും ജാതി വ്യവസ്ഥ എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് എന്താണ് കാസ്റ്റ് ഈസ് സ്പ്രെഡ് ടു ഈവൻ നോൺ ഹിന്ദു കമ്മ്യൂണിറ്റീസ് ആൾസോ. അതായത് മറ്റുള്ള കമ്മ്യൂണിറ്റീസിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ ജാതിയെ പോലുള്ള വ്യവസ്ഥിതികൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ സമൂഹത്തിൽ. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കും, ഇപ്പം എന്താണ് ക്രിസ്തു മതമാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് എന്താണ് ഇവിടുത്തെ ജാതി വ്യവസ്ഥയിലുള്ള ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നുള്ള വിഭജനമാണ് ജാതി വ്യവസ്ഥയിൽ നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ എന്താണ് ക്രിസ്തു മതത്തിൽ നിങ്ങൾക്ക് അവിടെ എന്താണ് അല്ലേ കാത്തലിക്, പെന്തക്കോസ്ത് എന്നിങ്ങനെ വ്യത്യസ്ത ഡിവിഷൻസ് കാണാൻ സാധിക്കും. ഓക്കെ, അതിനൊക്കെ ജാതി വ്യവസ്ഥയായിട്ട് എന്തുണ്ട്, ഒരു സാമ്യമുള്ള വ്യവസ്ഥിതികളാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ എന്താണ് ഇസ്ലാം മതത്തിൽ നിങ്ങൾക്ക് അവിടെ എന്താണ് സുന്നി, മുജാഹിദ്, ഓക്കെ ഷിയ ഇങ്ങനെയുള്ള ഡിവിഷൻസ് അവിടെ കാണാൻ സാധിക്കും, നിങ്ങൾക്ക് ഇസ്ലാം മതത്തിലും കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഹിന്ദു റിലീജിയനായിട്ട് അല്ലെങ്കിൽ ഹിന്ദു വേ ഓഫ് ലൈഫായിട്ടുള്ള മറ്റ് റിലീജിയൻ്റെ കോണ്ടാക്റ്റ്, ബന്ധം, അതുമൂലം ആണ് ജാതി വ്യവസ്ഥയെ പോലുള്ള സിസ്റ്റം ഇന്ത്യയിലെ മറ്റ് മതങ്ങളിലെയും കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അവിടത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വ്യാപിച്ചിട്ടുണ്ട് ഈ സിസ്റ്റം എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്നാണ് ഈ ജാതി വ്യവസ്ഥയെ പോലുള്ള ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ കൂടെ ഇതേ രീതിയിലുള്ള സിസ്റ്റം എവിടെയും കാണാൻ സാധിക്കും, മറ്റു മതങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ മറ്റൊരു പ്രത്യേകമായിട്ട് ജാതി വ്യവസ്ഥയെക്കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് പറയാൻ സാധിക്കാം അല്ലേ എന്താണ് ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹിന്ദു സൊസൈറ്റി. ഓക്കെ, ബട്ട് കാസ്റ്റ് ഈസ് സ്പ്രെഡ് ഈവൻ ഇൻ ടു നോൺ ഹിന്ദു കമ്മ്യൂണിറ്റീസ് ആൾസോ. ഓക്കെ, മറ്റു മതങ്ങളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ജാതി വ്യവസ്ഥ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ദ വേർഡ് കാസ്റ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം എ പോർച്ചുഗീസ് വേർഡ് കാസ്റ്റ വിച്ച് മീൻസ് പ്യുവർ ബ്രീഡ്. ഓക്കെ, ഇനി നമ്മൾ ഈ ജാതി വ്യവസ്ഥ, ജാതി എന്നുള്ള വാക്ക് ഓക്കെ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ ജാതിക്ക് പറയാം കാസ്റ്റ് എന്നാണ്. ഓക്കെ, ഈ കാസ്റ്റ് എന്നുള്ള വേർഡ് ഉണ്ടായിട്ടുള്ളത് ദ വേർഡ് കാസ്റ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം എ പോർച്ചുഗീസ് വേർഡ് കാസ്റ്റ. ഓക്കെ, അതായത് എന്താണ് ഈ ഇംഗ്ലീഷിൽ നമ്മൾ അല്ലേ ജാതിക്ക് നമ്മൾ ഇംഗ്ലീഷിൽ കാസ്റ്റ് എന്നാണ് പറയുക. ആ കാസ്റ്റ് എന്ന് പറയുന്ന പദം പോർച്ചുഗീസ് വാക്കായ കാസ്റ്റ എന്ന പദത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അതായത് കാസ്റ്റ എന്ന പോർച്ചുഗീസ് പദത്തിൽ നിന്നാണ് ജാതി എന്ന പദം അല്ലെങ്കിൽ കാസ്റ്റ് എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. ഇതിനർത്ഥം എന്താണ്, പ്യുവർ ബ്രീഡ്, ശുദ്ധ വംശം എന്നാണത് ഇതിനർത്ഥം.
ഓക്കെ, അതായത് അല്ലേ, ദ വേർഡ് കാസ്റ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം എ പോർച്ചുഗീസ് വേർഡ് കാസ്റ്റ വിച്ച് മീൻസ് പ്യുവർ ബ്രീഡ്. ഓക്കെ, അതായത് എന്താണ് പോർച്ചുഗീസ് പദമായിട്ടുള്ള കാസ്റ്റയിൽ നിന്നാണ് കാസ്റ്റ് എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായിട്ടുള്ളത്. ഇതിനർത്ഥം ശുദ്ധവംശം എന്നാണ്. ഓക്കെ, ദെൻ നമ്മൾ ഇന്ത്യയിൽ ജാതി എന്നാണ് ഇതിനെ വിളിക്കാറ്. കാസ്റ്റ് ഇംഗ്ലീഷിലാണ് കാസ്റ്റ് എന്ന് പറയും, ജാതി. ഓക്കെ, ദെൻ ദ വേർഡ് ജാതി ഈസ് ഡിറൈവ്ഡ് ഫ്രം എ സാൻസ്ക്രിറ്റ് വേർഡ് ജാത. ഓക്കെ, വിച്ച് മീൻസ് റേസ്. ഓക്കെ, ജാതി എന്ന് പറയുന്ന പദം ശരിക്കും ഇന്ത്യയിൽ വന്നിട്ടുള്ളത് ജാത എന്ന് പറയുന്ന സംസ്കൃത പദത്തിൽ നിന്നാണ്. അതിനർത്ഥം വംശം എന്നാണ്. ഓക്കെ, അപ്പോൾ എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങളിവിടെ ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ വേർഡ് കാസ്റ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം പോർച്ചുഗീസ് വേർഡ് കാസ്റ്റ വിച്ച് മീൻസ് പ്യുവർ ബ്രീഡ്. ഓക്കെ, കാസ്റ്റ എന്ന പോർച്ചുഗീസ് പദത്തിൽ നിന്നാണിത് കാസ്റ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായിട്ടുള്ള, അതിനർത്ഥം ശുദ്ധവംശം എന്നാണ്. ഓക്കെ, പലപ്പോഴും ഈ വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഇത്, നമ്മൾ ഈ പറയുന്ന കാസ്റ്റ് എന്ന് പറഞ്ഞ പദം എവിടെ നിന്ന് ഉണ്ടായി എന്നത്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ, then the previous form of caste system is Varna system. Okay, or caste system emerged from Varna system. ഓക്കെ, അതായത് ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് മറ്റൊരു വ്യവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റത്തിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ അല്ലേ, ജാതി വ്യവസ്ഥയുടെ പൂർവ്വരൂപം എന്ന് പറയുന്നത് വർണ്ണ സിസ്റ്റമാണ്. വർണ്ണ സമ്പ്രദായത്തിൽ നിന്നാണ് ആരുണ്ടായിട്ടുള്ളത്, ജാതി വ്യവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് വർണ്ണ സിസ്റ്റം എന്ന് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യേണ്ടതുണ്ട്, അറിഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ, പലപ്പോഴായിട്ട് ചിലപ്പോൾ എന്താണ് ഈ ഡിഫറൻസ് ചോദിച്ചേക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വർണ്ണ ആൻഡ് കാസ്റ്റ്, കാസ്റ്റും വർണ്ണവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചിലപ്പം ചോദിച്ചേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ അല്ലേ എന്താണ് വർണ്ണ സിസ്റ്റം എന്നുകൂടെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഓർത്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് വർണ്ണ സിസ്റ്റം നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, ദെൻ ഇൻ വർണ്ണ സിസ്റ്റം ദർ ആർ 4 വർണ്ണാസ്. ദാറ്റ് ഈസ് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഓക്കെ, വർണ്ണസമ്പ്രദായത്തിൽ പ്രധാനമായിട്ടും 4 വർണ്ണങ്ങളാണ് ഉള്ളത്. ആരൊക്കെയാണെന്നറിയോ? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ദെൻ ശൂദ്ര. ഓക്കെ, ദെൻ 5th കാറ്റഗറി ദാറ്റ് ഈസ് പഞ്ചമാസ്. ഓക്കെ, അഞ്ചാമത്തെ 4 വർണ്ണങ്ങളാണ് നമ്മൾ പറയാറെങ്കിൽ കൂടെ അത് കൂടാതെ ഒരു വർണ്ണം കൂടിയുണ്ട്. ഓക്കെ, അവരെ 5th കാറ്റഗറി എന്നാണ്, 5ാമത്തെ വിഭാഗം എന്നാണ് വിളിക്കുക. അവരറിയപ്പെടുന്നത് പഞ്ചമാസ് എന്നാണ്. പഞ്ചമ, നാരശൂദ്ര ഇവരൊക്കെ എന്താണ് ഈ 5th കാറ്റഗറിയിൽ പെടുന്നവരാണ്. ഓക്കെ, അവർ വർണ്ണ സിസ്റ്റത്തിന് പുറത്തുള്ളവരാണ്, ഔട്ട്കാസ്റ്റ് എന്ന് പറയും. ഓക്കെ, പുറത്തുള്ളവരാണ്. അപ്പോൾ ഈ വർണ്ണ സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും 4 വർണ്ണങ്ങളാണ് ഉള്ളത്. ഓക്കെ, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഓക്കെ, പിന്നീട് ദെൻ വർണ്ണ ലിറ്ററലി മീൻസ് കളർ. ഓക്കെ, വർണ്ണ എന്നാണ് വാക്കിനർത്ഥം, നമുക്കറിയാവുന്നതാണ്. വർണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്, നിറം എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റം നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രൂപപ്പെട്ടതെന്നും പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അതായത് ഈ 4 വർണ്ണങ്ങൾ, അതായത് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ഇവർക്ക് 4 നിറങ്ങളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ബ്രാഹ്മൺസ് വൈറ്റ്, വെള്ള നിറം. ദെൻ ക്ഷത്രിയ ഇത് എന്താണ് അവർക്ക് ചുവന്ന നിറം. ദെൻ വൈശ്യ മഞ്ഞ നിറം. അതേപോലെ തന്നെ എന്താണ് ഈ ശൂദ്ര കറുപ്പ് നിറം. ഓക്കെ, അപ്പോൾ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഭജനം എന്ന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, ജോലിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിഭജനം എന്ന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, ഒക്യുപേഷൻ അടിസ്ഥാനമാക്കി നമ്മൾ നോക്കുന്ന സമയത്ത് ബ്രാഹ്മിൺസിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ എന്താണ് പൂജ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കർമ്മങ്ങളും. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ക്ഷത്രിയ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുക, രാജ്യം ഭരിക്കുക. ഓക്കെ, വാരിയേഴ്സ് ആണ്. ഓക്കെ, ദെൻ 3rd കാറ്റഗറി വൈശ്യ, ദേ ആർ മർച്ചൻസ് ആൻഡ് പെസൻസ്, കർഷകരും അതുപോലെ തന്നെ എന്താണ് അവർ കച്ചവടക്കാരാണ് ഈ വൈശ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ എന്താണ് 4th കാറ്റഗറി ദാറ്റ് ഈസ് സെർവൻസ്. ഓക്കെ, അതായത് 4ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അല്ലേ ശൂദ്ര എന്ന് പറഞ്ഞാൽ സെർവൻസ്, സേവകരാണ്. ഓക്കെ, ഇങ്ങനെ ജോലിയുടെ അടിസ്ഥാനത്തിലാണ് ഈ 4 വർണ്ണങ്ങളുണ്ടായെന്നും പറയപ്പെടുന്നുണ്ട്. നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 4 വർണ്ണങ്ങളുണ്ടായെന്ന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പല വിശ്വാസങ്ങളും ഈ വർണ്ണ സിസ്റ്റത്തെ പറ്റി നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ വർണ്ണ സിസ്റ്റത്തിൽ 4 വർണ്ണങ്ങളാണ് ഉള്ളത്. ഓക്കെ, ദെൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ വർണ്ണവും ജാതിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ നമ്പേഴ്സിൻ്റെ കാര്യത്തിൽ തന്നെയാണ്. ഓക്കെ, ഇൻ വർണ്ണ സിസ്റ്റം ദർ ആർ 4 വർണ്ണാസ്. 4 വർണ്ണങ്ങളാണ് വർണ്ണ സിസ്റ്റത്തിൽ ഉള്ളത്. എന്നാൽ ജാതി എന്ന് പറഞ്ഞാൽ എന്താണ് ധാരാളം ഉണ്ട്.
ജാതി വ്യവസ്ഥയിൽ അല്ലേ നമുക്ക് എന്താണ് ധാരാളം അതായത് അല്ലേ ജാതികളെ കാണാൻ സാധിക്കും. കാരണം ഇന്ത്യയിൽ തന്നെ ഏകദേശം എന്താണ് 4000-ഓളം ജാതികളുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പക്ഷേ വർണ്ണം 4 ആണെങ്കിൽ ജാതികൾ 4000-ഓളം ഉണ്ട്. അങ്ങനെ ധാരാളം എന്താണ് വ്യത്യാസങ്ങൾ. അതേപോലെ തന്നെ എന്താണ് ഈ കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു റിജിഡ് സിസ്റ്റമാണ്. ഈ വർണ്ണ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ സിസ്റ്റമാണ്. ജാതി വ്യവസ്ഥ ഒരു എന്താണ് കർക്കശം നിറഞ്ഞ വ്യവസ്ഥയാണ്. വർണ്ണ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറേ കൂടെ അയഞ്ഞൊരു വ്യവസ്ഥയാണ് ഇത് വർണ്ണ സിസ്റ്റം. ദെൻ പിന്നീട് ജാതിയുടെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ജാതി ഈസ് എ ജനറിക് ടേം റെഫറിങ് ടു സ്പീഷീസ് ഓർ കൈൻഡ്സ് ഓഫ് എനിത്തിങ്. അതായത് എന്താണ് ചില സമയത്ത് നമ്മൾ ഈ ജാതി എന്നുള്ള ടേം ഇപ്പം ആ ജാതി സാധനം അല്ലെങ്കിൽ ആ ജാതി ഉടുപ്പ് എന്നൊക്കെ പറയാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഏത് ടേം ഉപയോഗിക്കാറുണ്ട്? ജാതി എന്ന് പറയുന്ന ടേം ഉപയോഗിക്കാറുണ്ട്. ഒരു സാധനം അതായത് അല്ലേ ഒരു വസ്തുവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ദെൻ Varna is broad classification while Jati is a regional or local sub classification. വർണ്ണ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് ബ്രാഹ്മണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ എന്താണ് വലിയൊരു വിഭാഗത്തെയാണ് ബ്രാഹ്മണ എന്ന് സൂചിപ്പിക്കുന്നത്. ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റീജിയണലാണ്, പ്രാദേശികമായിട്ടുള്ള വിഭജനമാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇപ്പം ബ്രാഹ്മണ എന്ന് പറയുന്ന വർണ്ണത്തിൽ ധാരാളം ജാതികളുണ്ട്. അതായത് ബ്രാഹ്മണ എന്ന് പറയുന്ന വർണ്ണത്തിൽപ്പെട്ട ജാതിയാണ് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്പൂതിരി, പട്ടർ, അമ്പലവാസി, അതായത് വാര്യന്മാർ, ഇവരൊക്കെ എന്താണ് ബ്രാഹ്മണ എന്ന് പറയുന്ന വർണ്ണത്തിനകത്ത് പെട്ടവരാണ്. ഇവരെല്ലാത്തിനൂടി വർണ്ണത്തിൽ സൂചിപ്പിക്കുക ബ്രാഹ്മണ എന്നാണ്. പക്ഷേ ജാതിയിൽ വരുന്ന സമയത്ത് ഇവരൊക്കെ പ്രത്യേകം എന്നാണ് വിഭാഗമായിട്ട് മാറുന്നുണ്ട്. അപ്പം സോ വർണ്ണ ഈസ് എ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ, അറ്റ് ദ സെയിം ടൈം ജാതി ഈസ് എ റീജിയണൽ ഓർ ലോക്കൽ ക്ലാസിഫിക്കേഷൻ. അതായത് എന്താണ് വിശാലമായ വർഗീകരണമാണ് എവിടെ വരുന്നത്? വർണ്ണ സിസ്റ്റത്തിൽ വരുന്നത്. അതേസമയം പ്രാദേശികമായിട്ടുള്ള വർഗീകരണമാണ് എവിടെ വരുന്നത്? ഈ നമ്മൾ ഈ പറയുന്ന അല്ലേ എന്താണ് ഈ ജാതി വ്യവസ്ഥയിൽ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ജാതി വ്യവസ്ഥയും അതുപോലെ തന്നെ എന്താണ് വർണ്ണ വ്യവസ്ഥയും തമ്മിൽ എന്തുണ്ട്? ധാരാളം അല്ലേ വ്യത്യാസങ്ങളുണ്ട്. അപ്പം അതിൽ നമ്മൾ പ്രധാനമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ ജാതി ഈസ് എ ഓർ കാസ്റ്റ് ഈസ് എ കോംപ്ലക്സ് സിസ്റ്റം. അതായത് എന്താണ് ഇതൊരു അല്ലേ ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സങ്കീർണമായ വ്യവസ്ഥിതിയാണ് ഇത് ജാതി എന്ന് പറയുന്നത്. അതായത് കാസ്റ്റ് ഈസ് എ കോംപ്ലക്സ് സിസ്റ്റം, സങ്കീർണമാണ്. അതായത് വർണ്ണ സിസ്റ്റം നമുക്ക് കുറേ കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും, 4 വർണ്ണങ്ങളേ ഉള്ളൂ. പക്ഷേ ജാതി എന്നാണ് കുറേ കൂടെ സങ്കീർണമാണ്. അതിൻ്റെ അകത്തുള്ള ചിട്ടകളും കാര്യങ്ങളൊക്കെ കുറേ കൂടെ സങ്കീർണമാണ്. അത് നമുക്ക് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. സോ ഇറ്റ് ഈസ് എ കോംപ്ലക്സ് സിസ്റ്റം. Then it consisting 100 and even thousands of caste and subcaste. ജാതി വ്യവസ്ഥയുടെ മറ്റൊരു പ്രത്യേകതയാണ് ജാതിക്കകത്ത് 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് ജാതിയും ഉപജാതിയും ഉൾക്കൊള്ളുന്നതാണ് ഇത് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് എന്താണ് വർണ്ണ സിസ്റ്റത്തിൽ പ്രധാനമായിട്ട് 4 വർണ്ണങ്ങളേ ഉള്ളൂ. പക്ഷേ ജാതി വ്യവസ്ഥയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ് 100 കണക്കിന് ജാതികളോ അല്ലെങ്കിൽ എന്താണ് 1000 കണക്കിന് അല്ലെങ്കിൽ അല്ലേ 1000 കണക്കിന് ജാതി ഉപജാതി ഇവയൊക്കെ ഉൾപ്പെട്ട സിസ്റ്റമാണ് ഇത് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. Then it refers to different species of inanimate objects, plants, animals and human basics. ദെൻ എന്താണ് ഇതിൻ്റെ അകത്ത് ധാരാളം ഓബ്ജക്ട്സുകൾ, വസ്തുക്കൾ, അതുപോലെ തന്നെ സസ്യങ്ങൾ, ദെൻ മൃഗങ്ങൾ, ഇതൊക്കെ ധാരാളം ഇവിടെ വരുന്നുണ്ട് കാസ്റ്റ് സിസ്റ്റത്തിൽ. ഇതൊക്കെ വർഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മൾ ആൽമരം, അതുപോലെ തന്നെ ചില ജീവികൾ ഇപ്പം എലി, ആന, ഇതിനൊക്കെ എന്താണ് ആരാധിക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം സങ്കീർണമായ ആരാധനാ രീതികളും ഇവിടെ വരുന്നുണ്ട് കാസ്റ്റ് സിസ്റ്റത്തിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങളിവിടെ ഓർത്ത് വെക്കേണ്ടത് ജാതി വ്യവസ്ഥയും വർണ്ണവ്യവസ്ഥയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ജാതി എന്ന് പറഞ്ഞാൽ സങ്കീർണമായ വ്യവസ്ഥയാണ്. അതുപോലെ തന്നെ ജാതി എന്താണ് 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് ജാതിയും ഉപജാതികളും ഉൾക്കൊള്ളുന്നതാണ് ഇത് ജാതി വ്യവസ്ഥ. അതുപോലെ തന്നെ ഓരോ ജാതിക്ക് എന്താണ് അതിൻ്റേതായിട്ടുള്ള ആരാധന രീതികളും ആരാധനാ മൂർത്തികളൊക്കെ നമുക്ക് എന്താണ് കാണാൻ സാധിക്കും ജാതി വ്യവസ്ഥയിൽ. ദെൻ നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് നോക്കുന്നത് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം. ജാതി വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇത്, ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം. ജാതി വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നത്. ദെൻ ലിസൺ.
ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ഓൺ ദ ബേസ് ഓഫ് ബർത്ത്. ഓക്കെ, അതായത് എന്താണ് ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. ഇറ്റ് ഡിസൈഡഡ് ബൈ ബേസ് ഓഫ് ബർത്ത്. ഓക്കെ, ജന്മം കൊണ്ട് നിർണ്ണയിക്കപ്പെടുന്നു. ജാതി വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇത്. ജന്മം കൊണ്ട് നിർണ്ണയിക്കപ്പെടുന്നു. ജന്മം കൊണ്ട് നിർണ്ണയിക്കപ്പെടുന്നു. അതായത് ഒരു ജാതിയിൽ അംഗമാവുന്നത് ജന്മനാലാണ്. ഓക്കെ, അതായത് ജനിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു ജാതിയിൽ എന്തായിട്ട് മാറുന്നു? അംഗമായിട്ട് മാറുകയും മരണം വരെ ആ ജാതിയിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ജന്മം കൊണ്ടാണ് എന്ത് നിർണ്ണയിക്കപ്പെടുന്നത്? ഒരു വ്യക്തിയുടെ ജാതി നിർണ്ണയിക്കപ്പെടുന്നത്. ഓക്കെ, അതായത് ജാതി മാറാനുള്ള പ്രൊവിഷൻ അവിടെ ഇല്ല, ജാതി വ്യവസ്ഥയിൽ ഇല്ല. നിങ്ങൾ ഏത് ജാതിയിലാണ്, ഇപ്പോൾ ബ്രാഹ്മണനായിട്ട് ഒരു ബ്രാഹ്മണ സ്ത്രീക്കാണ് നിങ്ങൾ നിങ്ങൾ ബ്രാഹ്മണ സ്ത്രീയുടെ മകളാണെങ്കിൽ നിങ്ങൾ ആര് തന്നെയാണ്? അതായത് ബ്രാഹ്മണൻ തന്നെയാണ്. ശൂദ്ര വിഭാഗത്തിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങളെ ജാതി എന്ന് പറഞ്ഞാൽ ശൂദ്ര കാസ്റ്റാണ്. അപ്പോൾ ഏത് ജാതിയിലാണ് ജനിക്കുന്നത് അതാണ് നിങ്ങളെ കാസ്റ്റ്. അപ്പോൾ ജന്മം കൊണ്ട് നിർണ്ണയിക്കപ്പെടുക അല്ലെങ്കിൽ ജന്മന ലഭിക്കുന്ന ഒരു പദവിയാണ് ഇത് ജാതി പദവി എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ഓൺ ദ ബേസ് ഓഫ് ബർത്ത്. അപ്പോൾ ഇതിനെ ഒരു ക്ലാസ്ഡ് സിസ്റ്റമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാൻ സാധിക്കും. കാരണം എന്താണ്? നമുക്ക് ഇഷ്ടമുള്ള ജാതി തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല. നമ്മൾ ഏത് ജാതിയിലാണോ ജനിക്കുന്നത് ആ ജാതിയാണിത് നമ്മുടെ ജാതി എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ജന്മം കൊണ്ട് നിർണ്ണയിക്കപ്പെടുന്നു. ഇറ്റ് ഡിസൈഡഡ് ബൈ ബർത്ത്. ദെൻ സെക്കൻഡ് വൺ, എൻഡോഗമി മാരേജ് സിസ്റ്റം, സ്വഗണ വിവാഹ സമ്പ്രദായം. അതായത് ദാറ്റ് മീൻസ് ലോട്ട് ഓഫ് റെസ്ട്രിക്ഷൻസ് ഇൻ മാരേജ് ഇൻ കാസ്റ്റ് സിസ്റ്റം. അതായത് എന്താണ്? ജാതി വ്യവസ്ഥയിൽ വിവാഹത്തിൽ ധാരാളം എന്തുണ്ട്? നിയന്ത്രണങ്ങളുണ്ട്. അതായത് അവിടെ എന്താണ് അവർ ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ എൻഡോഗമി മാരേജ് സിസ്റ്റമാണ്. സ്വഗണ വിവാഹ സമ്പ്രദായമാണിത് ജാതി വ്യവസ്ഥ എന്താണ് പിന്തുടരുന്ന വിവാഹ സമ്പ്രദായം എന്ന് പറയുന്നത്. സ്വഗണ വിവാഹം എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് എൻഡോഗമി മീൻസ് മാരേജ് വിത്തിൻ ദ ഗ്രൂപ്പ് മീൻസ് കാസ്റ്റ്, ക്ലാൻ, റിലീജിയൻ ഇവയാവും. അതായത് സ്വന്തം ഗണത്തിൽ നിന്ന് തന്നെ വിവാഹ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന വിവാഹ രീതിയാണ് ഇത് സ്വഗണ വിവാഹം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാൻ വെച്ചെങ്കിൽ ബ്രാഹ്മണനായിട്ടുള്ള ഒരു യുവാവ് ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി വിവാഹം ചെയ്യുകയാണെങ്കിൽ അതിനെ എൻഡോഗമി സിസ്റ്റം എന്നാണ് പറയുക. അപ്പോൾ ജാതി വ്യവസ്ഥയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ സിസ്റ്റം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഫോളോ ചെയ്യാൻ പാടുള്ളൂ. അതായത് ഒരു നായർ കുടുംബത്തിൽപ്പെട്ട നായർ ജാതിയിൽപ്പെട്ട ഒരു ആൺകുട്ടി നായർ ജാതിയിൽപ്പെട്ട പെൺകുട്ടിയെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? വിവാഹം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജാതി വ്യവസ്ഥയുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക റെസ്ട്രിക്ഷൻസ് ഇൻ മാരേജ്, വിവാഹത്തിലെ നിയന്ത്രണങ്ങൾ, അല്ലെങ്കിൽ എൻഡോഗമി മാരേജ് സിസ്റ്റം, സ്വഗണ വിവാഹ സമ്പ്രദായം സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദെൻ തേർഡ് വൺ, റെസ്ട്രിക്ഷൻസ് ഓൺ ഫുഡ് ഷെയറിങ്. ഭക്ഷണ കൈമാറ്റത്തിലെ നിയന്ത്രണങ്ങളാണിത് മറ്റൊരു പ്രത്യേകതയായിട്ട് പറയാൻ സാധിക്കുക. റെസ്ട്രിക്ഷൻസ് ഓൺ ഫുഡ് ഷെയറിങ്, ഭക്ഷണ കൈമാറ്റത്തിലെ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ആഹാര കൈമാറ്റത്തിലെ നിയന്ത്രണങ്ങൾ. അതായത് ജാതി വ്യവസ്ഥയിൽ എന്താണ് ഈ ഭക്ഷണം പാകം ചെയ്യുന്നതിലും അത് കൈമാറ്റം ചെയ്യുന്നതിലും ധാരാളം എന്തുണ്ട്? റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് ജാതി വ്യവസ്ഥയിൽ ഭക്ഷണത്തെ തന്നെ എന്താണ് രണ്ട് ടൈപ്പായിട്ട് വരുന്നുണ്ട്, പക്ക ഫുഡ് എന്നും കച്ച ഫുഡ് എന്നും. പക്ക ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നെയ്യിൽ പാകം ചെയ്ത ഭക്ഷണങ്ങളാണെന്ത്? പക്ക ഫുഡ് എന്ന് പറയുന്നത്. ഈ പക്ക ഫുഡ് ആർക്ക് മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ? സവർണ ജാതിക്കാർക്ക് മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ മീൻസ് അവർക്കാണ് അതിൻ്റെ റൈറ്റ് ഉള്ളത്. കച്ച ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ പാകം ചെയ്ത ഭക്ഷണമാണ്. അത് എന്താണ്? ലോവർ കാസ്റ്റ് താഴ്ന്ന ജാതിക്കാർക്ക്, അവർണ ജാതിക്കാർക്കാണത് അത് ചെയ്യേണ്ടത്. അവർക്ക് ഒരിക്കലും എന്താണ്? നെയ്യിൽ പാകം ചെയ്ത ഭക്ഷണം അല്ലെങ്കിൽ അത്രയും എന്താണ് നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനുള്ള റൈറ്റ് ആർക്കില്ല? ഈ താഴ്ന്ന ജാതിക്കാർക്ക് ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ കൈമാറ്റത്തിലും കൈമാറ്റത്തിന് ധാരാളം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് ഒരു ബ്രാഹ്മണൻ ശൂദ്ര വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്നും വെള്ളം പോലും എന്താണ് വാങ്ങാൻ പാടില്ല. അപ്പോൾ പക്ഷേ ഈ ബ്രാഹ്മണന് എന്താണ് ഈ തൊട്ട് താഴെയുള്ള ക്ഷത്രിയ വിഭാഗത്തിൽ നിന്നും എന്താണ് വെള്ളവും അതേപോലെ തന്നെ എന്താണ് ഈ പാകം ചെയ്യാത്ത
ഓക്കെ, പാകം ചെയ്യാത്ത മീൻസ് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ എന്താണ് വാങ്ങി കഴിക്കാം. ഓക്കെ, അതിനുള്ള റൈറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവർക്കിടയിൽ ഈ ഫുഡ് ഷെയറിങ്ങിലും അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ കുക്കിംഗ്, അതായത് ഭക്ഷണം പാകം ചെയ്യലും അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യുന്ന കൈമാറ്റമായി ബന്ധപ്പെട്ട് ധാരാളം റെസ്ട്രിക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു ഈ സിസ്റ്റം, അതായത് കാസ്റ്റ് സിസ്റ്റത്തിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആഹാരം കൈമാറ്റം അല്ലേ, എന്താണ് ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ടവന് താഴ്ന്ന ജാതിയിൽപ്പെട്ടവരിൽ നിന്നും ഭക്ഷണം വാങ്ങുന്നതിലും ഒക്കെ ധാരാളം എന്താണ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മളെ നമ്മളെ ഒരു കാവ്യം, അതായത് ചണ്ടാല ഭിക്ഷുകി, ശരിക്കും അത് ഈ സിസ്റ്റമായിട്ടാണ്. അവിടെ വെള്ളമാണ് ചോദിക്കുന്നത് ബ്രാഹ്മണൻ, ഓക്കെ, താഴ്ന്ന അവർണ എന്താണ് സ്ത്രീയോട്. ഓക്കെ, അപ്പോൾ അവിടെ വരുന്ന അതൊക്കെ എന്താണ് ഏത് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടാണ്, നമ്മൾ ഈ പറയുന്ന ജാതി വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, സോ അനദർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം, ദാറ്റ് ഈസ് റെസ്ട്രിക്ഷൻസ് ഓൺ ഫുഡ് ഷെയറിങ്. Then next one, particular position in hierarchy. ഓക്കെ, അതായത് എന്താണ് ശ്രേണിയിലെ പ്രത്യേക പദവി. ഓക്കെ, കാസ്റ്റ് സിസ്റ്റം നമുക്കറിയാം എന്താണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക അല്ലേ, പ്രധാനമായിട്ട് എന്താണ് 4 വിഭാഗങ്ങളും പിന്നെ കൂടാതെ മറ്റൊരു വിഭാഗത്തെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഓക്കെ, ബ്രാഹ്മൺസ് എന്ന് പറഞ്ഞാൽ ദേ ആർ പ്രീസ്റ്റ്, ദെൻ ക്ഷത്രിയ ദേ ആർ വാരിയേഴ്സ്, then Vaishya they are merchants or peasants, then Shudra they are servants. Okay, then 5th category, that is Panchamas or outcast. Okay, ഇങ്ങനെയുള്ള ഒരു ശ്രേണി നമുക്ക് ജാതി വ്യവസ്ഥയിൽ കാണാൻ സാധിക്കും. ആ ശ്രേണിയിൽ ഏറ്റവും ടോപ്പിൽ ബ്രാഹ്മണനാണ്, തൊട്ടു താഴെ ക്ഷത്രിയനാണ്, അതിന് തൊട്ടു താഴെ എന്താണ് വൈശ്യനാണ്, അതിന് തൊട്ടു താഴെ ആരാണ് ശൂദ്രന്മാരാണ്. ഓക്കെ, ഈ 4 വിഭാഗത്തിലും പെടാത്ത ജാതി വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള വിഭാഗമാണ് ഇത് പഞ്ചമ, ഔട്ട്കാസ്റ്റ്, 5ാമത്തെ വിഭാഗം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ശ്രേണിയുണ്ട്. ഓക്കെ, ഈ ശ്രേണിയിൽ നമുക്ക് ഓരോ പദവിയും കാണാൻ സാധിക്കും. ഓക്കെ, ഏറ്റവും ഉയർന്ന പദവി ബ്രാഹ്മണന്, തൊട്ടുതായ ക്ഷത്രിയന്, തൊട്ടുതായ വൈശ്യന്, ദെൻ ശൂദ്രന്. ഓക്കെ, ഇവർക്കൊന്നും ലഭിക്കാത്ത അല്ലെങ്കിൽ എന്താണ് അത്ര ഏറ്റവും താഴ്ന്ന സ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചമ എന്ന് പറഞ്ഞാൽ ഔട്ട്കാസ്റ്റിനാണ് കിട്ടുക. ഓക്കെ, ജാതി വ്യവസ്ഥയിൽ നമ്മൾ ശരിക്കും താഴ്ന്ന സ്ഥാനം എന്ന് പറയാം എന്താണ് ശൂദ്ര വിഭാഗത്തിനാണ്. പക്ഷേ അവരെക്കാളും താഴ്ന്ന സ്ഥാനമാണിത് ജാതിക്ക് പുറത്തുള്ള പഞ്ചമ അല്ലെങ്കിൽ ഔട്ട്കാസ്റ്റ് എന്ന് പറയുന്ന 5th കാറ്റഗറിക്ക് ഉള്ളത്. ഓക്കെ, അവരാണ് ഈ സെപ്റ്റിക് ടാങ്ക് ഇതൊക്കെ എന്താണ് കഴുകാൻ അല്ലെങ്കിൽ എന്താണ് അതിനൊക്കെ വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗമായിരുന്നു ഈ 5ാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം അത്രയും താഴ്ന്ന പൊസിഷനായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം, ജാതി വ്യവസ്ഥയിൽ ഒരു ശ്രേണി നിലനിൽക്കുന്നുണ്ടെന്നും ആ ശ്രേണിയിൽ ഓരോ വിഭാഗത്തിനും അവരുടേതായിട്ടുള്ള എന്തുണ്ട് പദവി ഉണ്ടെന്നും എന്ത് ചെയ്യുക നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ്, കാസ്റ്റ് ഹാവ് സബ് കാസ്റ്റ് ആൻഡ് സബ് കാസ്റ്റ്. ഓക്കെ, അതായത് ജാതി വ്യവസ്ഥയിൽ ജാതിയിൽ ഉപജാതികളും ഉപജാതികളുമുണ്ട്. ഓക്കെ, അതായത് അതുകൊണ്ടാണ് എന്ത് ജാതി വ്യവസ്ഥയുടെ എണ്ണം ഇത്രയും വർദ്ധിക്കാൻ കാരണം. ഓക്കെ, അതായത് വർണ്ണ സിസ്റ്റത്തിലാകെ 4 എണ്ണേ ഉള്ളൂ, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഓക്കെ, പക്ഷേ കാസ്റ്റ് സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ബ്രാഹ്മണ എന്ന് പറയുന്ന വർണ്ണത്തിൽ തന്നെ ധാരാളം ജാതികളുണ്ട്, 100 കണക്കിന് ജാതികളുണ്ട്. ഓക്കെ, ക്ഷത്രിയയിലും 100 കണക്കിന് ജാതികളുണ്ട്. ഓക്കെ, വൈശ്യയിലും ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ഈ എന്താണ് ശൂദ്ര ഈ വിഭാഗത്തിലും 100 കണക്കിന് ജാതികളെ കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഏകദേശം 4000-ഓളം ജാതികളുണ്ടെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ജാതിയിൽ എന്തൊക്കെ ഉണ്ട്, ജാതികൾക്കിടയിൽ ഉപജാതികളും ഉപജാതികളുമുണ്ട്. ഓക്കെ, അതായത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ, സനാതൻ ധർമ്മ, അതായത് പണ്ടത്തെ ജീവിത രീതി അനുസരിച്ച് അവിടെ വർണ്ണ സിസ്റ്റം ആയിരുന്നു. അതിന് ആ 4 വർണ്ണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഓക്കെ, കാസ്റ്റ് സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് എന്താണ് നിങ്ങൾ നോക്കുക, ജാട്ട്, ഗുജ്ജാർ, കുർമി, രാജ്പുത്ത്, മൗര്യ, ഷാക്യ, പട്ടേൽ, ഗാംഗ്വാർ, റത്തോർ, സജൻ, ദെൻ സിൻഹ, ചൗഹാൻ, ചൗധരി, കാഠിയാർ. ഓക്കെ, ഇങ്ങനെ ധാരാളം ഏകദേശം 4000-ഓളം ജാതികൾ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ത്യയിൽ. അതിൽ ചിലത് ജാതിയും അതിൻ്റെ ഉപജാതിയാണ്, ചിലത് ഉപജാതിയുടെ ഉപജാതിയാണ്. ഓക്കെ, കേരളത്തിൽ നമുക്കറിയാം എന്താണ് ഈഴവർ എന്ന് പറഞ്ഞ ഒരു ജാതിയാണ്. ഓക്കെ, അതിൻ്റെ ഉപജാതിയാണ് തീയ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ അമ്പലവാസികൾ, വാര്യന്മാർ, ഇവരൊക്കെ എന്താണ് ഉപജാതിമാരാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ജാതി വ്യവസ്ഥകൾക്ക് എന്താണ് ജാതിയും ഉപജാതികളുമുണ്ട്. ജാതികൾക്കിടയിൽ എന്ത് നിലനിൽക്കുന്നുണ്ട്, ഉപജാതികളും നിലനിൽക്കുന്നുണ്ട്. ഇതും എന്താണ് ജാതി വ്യവസ്ഥയുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ട്രഡീഷണലി ലിങ്ക്ഡ് ടു ഒക്കുപ്പേഷൻസ്.
പരമ്പരാഗതമായ തൊഴിലാണ്. ഓക്കെ, ട്രഡീഷണൽ ഒക്കുപ്പേഷൻ, പരമ്പരാഗതമായ തൊഴിലാണെന്ത് മറ്റൊരു പ്രത്യേകതയായിട്ട് പറയാൻ സാധിക്കും. വൺ ഓഫ് ദി അനദർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം ദാറ്റ് ഈസ് ട്രഡീഷണൽ ഒക്കുപ്പേഷൻ. ഓക്കെ, പരമ്പരാഗതമായ ജോലിയാണ്. ഓക്കെ, കാസ്റ്റ് സിസ്റ്റത്തെ നമുക്ക് വേണമെങ്കിൽ ഒരു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കണക്കാക്കാം. കാരണം നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു തൊഴിൽ നിങ്ങൾക്ക് അങ്ങോട്ട് തരികയാണ്. ഇന്നത്തെ പോലെ തൊഴിൽ അന്വേഷിച്ച് പോകേണ്ട സിസ്റ്റം അവിടെ ഇല്ല, കാസ്റ്റിലില്ല. ഓക്കെ, നിങ്ങൾ ജനിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു തൊഴിൽ അങ്ങോട്ട് തരും. ഓക്കെ, നിങ്ങളിപ്പോൾ എന്താണ് ആശാരി എന്ന് പറയുന്ന ജാതിയിലാണ് ജനിച്ചതെങ്കിൽ ഫർണിച്ചർ പണിയാണെന്ത് നിങ്ങളുടെ ജോലി. ഓക്കെ, നിങ്ങൾ മൂശാരിയായിട്ടാണ് ജനിച്ചതെങ്കിൽ അല്ലേ, എന്താണ് മീൻസ് എന്താണ് ഈ വിളക്ക് അത് ഇതൊക്കെ ഉണ്ടാക്കുന്ന അല്ലേ ആ ജോലിയാണ്. ഓക്കെ, അങ്ങനെ ഓരോന്നും ആശാരി, മൂശാരി, കൊല്ലൻ, ഓക്കെ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, അങ്ങനെ എല്ലാ ജാതികൾക്കും അതിൻ്റേതായിട്ടുള്ള ദെയർ ഓൺ ട്രഡീഷണൽ ഒക്കുപ്പേഷൻസ്, അവരുടേതായ സ്വന്തമായ എന്താണ് പരമ്പരാഗത തൊഴിലുണ്ട്. ആ തൊഴിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ ഡീമെറിറ്റായിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പം ഒരു താഴ്ന്ന ജാതിക്കാരന് അവന് അല്ലേ ഉയർന്ന ജോലി കയറിയിട്ട് സമ്പത്തുണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ സാധിക്കില്ല. കാരണം അവന് ഒരു ജാതി തൊഴിലുണ്ട്. ഓക്കെ, അത് മാത്രമേ ചെയ്യാൻ സമൂഹം അവനെ അനുവദിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാ ജാതികൾക്കും നിങ്ങൾക്ക് ഈ ഫോട്ടോ കാണാൻ സാധിക്കുക അല്ലേ, എന്താണ് മൺപാത്ര നിർമ്മാണം, കുശവന്മാർ, കൊല്ലൻ, ഓക്കെ, അങ്ങനെ ഓരോന്നും ആശാരിപ്പണി, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഈ തരത്തിലുള്ള ട്രഡീഷണൽ ഒക്കുപ്പേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ജാതി വ്യവസ്ഥയുടെ മറ്റൊരു എന്താണ് പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക പരമ്പരാഗതമായ അല്ലേ, പരമ്പരാഗതമായ എന്താണ് തൊഴിലാണ് മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. ഓക്കെ, then there is no opportunity to change caste. ഓക്കെ, കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക എന്താണ്, ജാതി മാറാനുള്ള അവസരമില്ല. ഓക്കെ, ജാതി വ്യവസ്ഥയിൽ അല്ലേ ജാതി മാറാനുള്ള അവസരം ഇവിടെ ഇല്ല, ജാതി വ്യവസ്ഥയിൽ ഇല്ല. ദർ ഈസ് നോ ഓപ്പർച്യൂണിറ്റി ടു ചേഞ്ച് ദെയർ കാസ്റ്റ്. ജാതി വ്യവസ്ഥയിൽ ജാതി മാറാനുള്ള എന്തില്ല, അതായത് അവസരമല്ല. അതായത് നിങ്ങളിപ്പോൾ ഒരു ജാതിയിൽ ജനിച്ചു കഴിഞ്ഞാൽ മരണം വരെ എന്താണ് ആ ജാതിയിൽ അംഗമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് മതം വേണേൽ മാറാം, പക്ഷേ കാസ്റ്റ് മാറാനുള്ള എന്താണ് അവസരം അല്ലെങ്കിൽ അനുമതി കാസ്റ്റ് സിസ്റ്റത്തിലില്ല. അപ്പോൾ ഒരു വ്യക്തി നായരായിട്ടാണ് ജനിച്ചതെങ്കിൽ അവൻ മരണം വരെ എന്താണ് നായരാണ്. അവനൊരു അല്ലേ എന്താണ് താഴ്ന്ന ജാതിയിലേക്കോ ഉയർന്ന ജാതിയിലേക്കോ അല്ലെങ്കിൽ ഒരു നായർക്ക് തീയറായിട്ട് മാറാനോ ഒരു തീയർ നായരായിട്ട് മാറാനോ ബ്രാഹ്മണനായിട്ട് നമ്പൂതിരിയായിട്ട് മാറാനോ ഉള്ള അവസരം ഇവിടെ ഇല്ല, കാസ്റ്റ് സിസ്റ്റത്തിലില്ല. ഓക്കെ, അപ്പം ഇത്രയാണെന്ത് കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ദെൻ മറ്റൊരു എന്താണ് പ്രത്യേകത വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുക എന്നാണ് അപ്പർ ക്ലാസ് മെമ്പേഴ്സ് എൻജോയ്ഡ് ഹയർ സ്റ്റാറ്റസ്. ഓക്കെ, അതായത് എന്താണ് ഉയർന്ന ജാതിക്കാർക്ക് സവർണ ജാതിക്കാർക്ക് സമൂഹത്തിൽ എന്താണ് ഉയർന്ന പദവിയുണ്ട്. ഓക്കെ, അതായത് എന്താണ് ഉയർന്ന പദവിയുണ്ട്, അതായത് അപ്പർ ക്ലാസ് മെമ്പേഴ്സ് എൻജോയ്ഡ് ഹയർ സ്റ്റാറ്റസ്. ഓക്കെ, ഉയർന്ന ജാതിക്കാർക്ക് ഉയർന്ന പദവി അവിടെ നിലനിൽക്കുന്നുണ്ട്, ജാതി വ്യവസ്ഥയിൽ നിലനിൽക്കുന്നുണ്ട്. ഇതും ജാതി വ്യവസ്ഥയുടെ പ്രത്യേകതയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പറയാൻ സാധിക്കും. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ് ഇറ്റ് ഡിസൈഡഡ് ബൈ ബർത്ത്, ജന്മം കൊണ്ട് നിർണ്ണയിക്കപ്പെടുന്നു. ദെൻ സെക്കൻഡ് എൻഡോഗമി മാരേജ് സിസ്റ്റം, സ്വഗണ വിവാഹ സമ്പ്രദായം. ദെൻ തേർഡ് റെസ്ട്രിക്ഷൻസ് ഓൺ ഫുഡ് ഷെയറിങ്. ദെൻ ഇത് ഭക്ഷണ കൈമാറ്റത്തിലെ നിയന്ത്രണങ്ങൾ. ദെൻ ഫോർത്ത് പെർട്ടിക്കുലർ പൊസിഷൻ ഇൻ ഹൈറാർക്കി, എന്താണ് ശ്രേണിയിലെ പ്രത്യേക പദവി. ദെൻ കാസ്റ്റ് ഹാവ് സബ് കാസ്റ്റ് ആൻഡ് സബ് കാസ്റ്റ്, ജാതികൾക്കിടയിൽ ഉപജാതികളും ഉപജാതികളും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ട്രഡീഷണൽ ഒക്കുപ്പേഷൻ, പരമ്പരാഗതമായിട്ടുള്ള തൊഴിൽ. ഓക്കെ, ദെൻ എന്താണ് മറ്റ് അതായത് ഇത്രയാണ് മേജറായിട്ടുള്ള. ദെൻ ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് സിസ്റ്റം. ഓക്കെ, ഇതൊരു അടഞ്ഞ വ്യവസ്ഥയാണ്, ജാതി മാറാനുള്ള എന്തില്ല പ്രൊവിഷനില്ല. ഓക്കെ, ദെൻ അപ്പർ ക്ലാസ് എൻജോയ്ഡ് ഹയർ പൊസിഷൻസ്. ഓക്കെ, ഉയർന്ന ജാതിക്കാർക്ക് സമൂഹത്തിൽ എന്താണ് ഉയർന്ന പദവികൾ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.